ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് അവർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നും നോക്കുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, എന്ത് ചിന്തകളാണ് അവരെ ഇപ്പോൾ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. The Sun. Nine of Cups. Page of Pentacles. Six of Cups. Ten of Swords. Page of Wands. The Chariot. Four of Cups. The Fool. Ten of Cups. Seven of Cups. Six of Wands ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കണ്ടില്ല ഹാങ്ഡ് മാൻ്റെ അവസ്ഥയിലാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഹാങ്ഡ് മാൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ഇപ്പോൾ വളരെയധികം നിരാശ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല, നിങ്ങളുടെ സാന്നിധ്യം തന്നെ വേണം എന്നാണ് അവർ കൂടുതലായി ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായി നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്. ഇവിടെ ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്, അതും മനസ്സിലായോ? ഇവിടെ ടെൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ കണ്ടില്ല, ഇവിടെ സെവൻ ഓഫ് കപ്സ്. നിങ്ങൾ തമ്മിൽ ആദ്യം നല്ല സൺ എനർജിയിലായിരുന്നു. നിങ്ങൾ ഒരുപാട് സ്നേഹത്തിൽ കടന്നു പോയിട്ടുള്ള ദമ്പതികളാവാം, കപ്പിൾസ് ആവാം, ലവേഴ്സ് ആവാം, പിന്നെ എക്സ്ട്രാ മാരിറ്റലാവാം, എങ്ങനെയുള്ള ബന്ധം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്നത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ആദ്യം നല്ല സ്നേഹത്തിലായിരുന്നു, നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. നൈൻ ഓഫ് കപ്സ് കണ്ടില്ലേ, ഇവിടെ ദ സൺ വന്നിരിക്കുന്നു, വളരെ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇവിടെ അവർക്ക് അതിനിടയിൽ ഒരുപാട് ചോയ്സസ് വന്നു. ഈ ചോയ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, സെവൻ ഓഫ് കപ്സ് കണ്ടില്ലേ, ചോയ്സസ് ഉണ്ടായിരുന്നു അവർക്ക്. കാരണം അവരിലേക്ക് മറ്റ് ചില എനർജീസൊക്കെ കടന്നു വന്നു. അങ്ങനെ എന്തുകൊണ്ടോ അവർക്ക് ചെറിയ ചില അബദ്ധങ്ങൾ പറ്റി അവർ കൂടുതലായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയി. നിങ്ങളോടുള്ള ശ്രദ്ധ കുറഞ്ഞ് നിങ്ങളുമായിട്ടൊരു സ്വല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഗുഡ് മോർണിംഗ് ഇടുന്നു, ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരിക്കുന്നു, എന്നാൽ തുറന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ ഇപ്പോൾ പഴയതുപോലെ ഒരു അടുപ്പമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ അത് തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. കാരണം ഇടയ്ക്ക് അവരുടെ ചിന്തയൊന്ന് വേറെ പോയിട്ടുണ്ട്, വേറെ ഒരു അടുപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കാരണം ഈ ഒരു അടുപ്പം എന്ന് പറയുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ തന്നെ ആവാം. അവരുടേതായ ബന്ധുക്കൾ ചിലപ്പോൾ ഇവരിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും. അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് വകയിലും ആവാം. ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ ഏത് തരത്തിലായാലും അങ്ങനെ വന്ന് അത് കുറച്ച് കൂടുതലായിട്ട് എനർജി കുറച്ച് കൂടുതൽ അങ്ങോട്ട് ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി കണ്ടില്ലേ, ഇവിടെ അവർ പോലും ഉദ്ദേശിച്ചിരുന്നില്ല, മറ്റ് പല സാഹചര്യങ്ങളും അവരിലേക്ക് അടുത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളിവിടെ എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു, മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾക്ക് റീയൂണിയൻ വേണം, നിങ്ങൾ ആഗ്രഹിച്ച വീണ്ടും അവർ വന്നു ചേരണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇടയ്ക്ക് അവിടെ നിന്നൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിവിടെ കണ്ടില്ലേ. അപ്പോൾ ഇവർ ഇടയ്ക്ക് പോയ സാഹചര്യത്തിൽ
അവർക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നല്ല രീതിയിൽ പോയിരുന്ന ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങളുടേത്. പക്ഷെ അതിനിടയിലാണ് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ 10 ഓഫ് സോർഡിൻ്റെ അവസ്ഥ വന്ന് അവരിലേക്ക് ഒരു ചീറ്റിംഗ് വന്നു. അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. അവർ തന്നെ സ്വയം റിയലൈസ് ചെയ്തു, എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ അവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോഴവിടെ നിന്നും എൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എൻഡ് ചെയ്തിട്ട് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ കാർഡ് വന്നിരിക്കുന്നു, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുമായി ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങളെ വിശ്വസിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരനുഭവിച്ചത് ഒരു വലിയ ഒരു പ്രശ്നങ്ങളെയാണ് അവർ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. കാരണം ആ പഴയ ഒരു സ്നേഹബന്ധം ഇവിടെ നഷ്ടപ്പെട്ടതായിട്ടാണ് അവർക്കത് മനസ്സിലായത്. കാരണം ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പല വിധത്തിലും അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി, അവരുടെ വലയിലാക്കാൻ തുടങ്ങി. അവർക്കൊരു ഫ്രീഡം കിട്ടാത്ത ഒരവസ്ഥയിലായി പോയി തേർഡ് പാർട്ടിയുടെ ചില തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് ഇവരെ വളരെയധികം വിഷമിപ്പിച്ചു, നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം വിഷമിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് അവർ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തായിട്ടുള്ള ഒരു ചീറ്റിംഗ് ആയിപ്പോയി എന്ന് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അവർ അതിൽ നിന്നും മോചനം നേടാനുള്ള ശ്രമമാണ്. നിങ്ങളുമായിട്ട് വീണ്ടും പുതിയൊരു തുടക്കം വേണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ? നിങ്ങളുമായിട്ട് കണ്ടില്ലേ, കുടുംബസഹിതം നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ചേരണം, കുടുംബസഹിതം ഇവിടെ സന്തോഷം അനുഭവിക്കണം എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അവർക്ക് കുട്ടികൾ വേണം, കുട്ടികളുമായിട്ടൊക്കെ സന്തോഷമില്ല. അത് ഏതൊരു സാഹചര്യമായാലും അങ്ങനെ എടുത്തോളണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഇവിടെ കണ്ടില്ല 6 ഓഫ് കപ്സ്, വീണ്ടും റിയൂണിയൻ്റെ എനർജിയാണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, എൻഗേജ്മെൻ്റ് ആണോ വിവാഹമാണോ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സമ്മതത്തോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു, കണ്ടില്ലേ? അത് ഓർക്കുമ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞ സ്നേഹത്തിലേക്കും നിറഞ്ഞ സന്തോഷത്തിലേക്കും പോകാൻ അവരെ കൊണ്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങളുമായി ഒന്ന് ചേർന്ന് നിറഞ്ഞ സന്തോഷത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് വാൻസ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നു. ഹാങ്ഡ് മാൻ്റെ എനർജിയിലാണ് ഇപ്പോഴുള്ളത് എങ്കിൽ ഇനി മുന്നോട്ട് സണ്ണിൻ്റെ എനർജിയിലേക്ക് വരാതിരിക്കില്ല. മുൻപ് ഇരുന്ന അതേ എനർജി സണ്ണിൻ്റെ എനർജി ആയിരുന്നു മുൻപ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതേ എനർജിയിലേക്ക് തിരിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുന്നു. ഇവിടെ ചാരിയട്ട് വന്നിട്ടുണ്ട്, റിയൂണിയൻ്റെ കാർഡാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു തുടക്കത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ വളരെയധികം നിരാശയിലാണ്. എന്ത് കിട്ടിയാലും മതിയാവില്ല, നിങ്ങളുടെ പ്രസൻസും വേണം ഇവിടെ. അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? എന്തൊക്കെ കിട്ടിയാലും മതിയാവില്ല. ഇനി വേറെ ഒരു ഗിഫ്റ്റ് ഇവിടെ ആരോ കൊടുക്കുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും അല്ല, ഇതിലൊന്നും ശ്രദ്ധയില്ല. നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയിൽ മാത്രമാണ് ഇപ്പോൾ അവരുടെ ശ്രദ്ധ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും. ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ പിരിഞ്ഞ് അവർക്ക് ഒരുപാട് കാലം ഇരിക്കാൻ പറ്റില്ല. അതാണിവിടെ വീണ്ടും ഒത്തുചേരാൻ തുടങ്ങുന്നത്, വീണ്ടും ഒരു ഒത്തുചേരൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കാണുന്നത്. റബ്ബർ കാർഡ്സ് കൂടെ കുറച്ചെടുക്കാം നമുക്ക്. റൈപ്നെസ് ആണ്, കണ്ടില്ല? അവരുടെ ആ ഒരു ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതിന് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരാഴ്ചയിലധികം ദിവസങ്ങൾ കൂടി ഇവിടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ഒരു സഫലീകരണം ഇവിടെ വരാതിരിക്കില്ല. നിങ്ങളുമായിട്ടുള്ള റിയൂണിയനാണ്, കൂടിച്ചേരൽ ഇവിടെ സംഭവിക്കും. കണ്ടില്ലേ? ഹാർമണിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ എന്തായാലും ഇവിടെ സംഭവിക്കും. വളരെയധികം നിങ്ങൾ കൂടിച്ചേർന്ന് കണ്ടില്ലേ? ഹാപ്പിനെസ്സിലേക്ക് പോകുന്ന എനർജിയാണ്. ഒരുപാട് ഹാപ്പിനെസ്, നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന് സന്തോഷകരമായ ലൈഫിലേക്ക് പോകും എന്നുള്ളതാണ്. അത് നല്ലൊരു കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക്, പാർട്ട്ണർഷിപ്പ് ചേർന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് എല്ലാ വിധത്തിലുമുള്ള സ്നേഹം പങ്കിട്ടും മുന്നോട്ട് വീണ്ടും പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്.
ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇനി നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഇനി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ വഴിയേ അവർക്ക് പോകാൻ അവർ തയ്യാറാണ്, അങ്ങനെ വരാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതുവരെ നിങ്ങൾ പറയുന്നതൊന്നും ചിലപ്പോൾ കേട്ട് കാണത്തില്ല. അപ്പോൾ ഇനിയാണ് നിങ്ങൾ പറയുന്നത് എന്തായാലും അത് ഒന്ന് കേൾക്കാൻ, ചെവിക്കൊള്ളാൻ തുടങ്ങുന്നത് ഇനിയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മുന്നോട്ട് പോയിക്കൊള്ളാം എന്നൊക്കെ ഇനി എപ്പോൾ അവരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ, നിങ്ങൾ അവരുടെ മാസ്റ്റർ ആവുന്ന എനർജിയാണ്. കണ്ടില്ലേ? നിങ്ങളവരുടെ മാസ്റ്റർ ആവുന്ന എനർജി കാരണം എന്താണ്? അവരെ നിങ്ങൾ ഇത്ര നാളും പറഞ്ഞു കബളിപ്പിച്ചതുപോലെ അവർക്ക് തോന്നുന്നുണ്ട്. ഇത്ര നാളും നിങ്ങളിൽ നിന്നും മാറി നിന്നതിൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ അവരുടെ ഗുരുവായിട്ട് തന്നെ അവർ കരുതും. കാരണം എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാൻ അവരെ സഹായിച്ചത് നിങ്ങളുടെ സ്നേഹമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് അവർ തിരികെ വരാൻ അവർക്ക് പ്രചോദനമായത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ഗുരുവായി തന്നെ, മാസ്റ്ററായി തന്നെ കാണും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യം എടുക്കാവേ. മൈൻഡ്, നിങ്ങൾ ഇത് കണ്ടില്ലേ? മൈൻഡ് വളരെ വികലമായിരുന്ന അവരുടെ മുഖം ഇപ്പോൾ ഇനി എന്താണ്? ഇനി വളരെ സന്തോഷത്തിലേക്ക് വരും എന്നാണ് കാണാൻ പോകുന്നത്. കണ്ടിൽ പ്രൊജക്ഷൻസ് ഇനി വളരെയധികം വെളിച്ചം തൂകുന്ന ഒരു മുഖത്തോടു കൂടി അവർക്ക് നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.